ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ മുന്നണി ഇനി അടഞ്ഞ അധ്യായമാണെന്നുള്ളത്. കാരണം 2024 ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയ ഒരു സംവിധാനം. അത് അരുൺ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു വാർ റൂമായിട്ട് പ്രവർത്തിച്ചു. അതിൻ്റെ അകത്ത് പ്രാദേശിക പാർട്ടികളെ മുഴുവൻ കൂട്ടി നിർത്താൻ പറ്റുന്നവരെ കൂട്ടി നിർത്തി. അതിനേക്കാളും അപ്പുറം അത് പ്രവർത്തിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് കഴിയില്ല. കാരണം അതിന് നേതൃത്വം വഹിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പണ്ട് കാലങ്ങളിലെല്ലാം കോൺഗ്രസ്സിന് പ്രാദേശിക പാർട്ടികളെ കൂട്ടി നിർത്താനുള്ള ഒരു കഴിവും ഒരു പ്രാപ്തി ഉണ്ടായിരുന്നു. ഇന്നത്തെ കോൺഗ്രസ്സിന് അതിനുള്ള ഒരു പ്രാപ്തിയുള്ള നേതാക്കന്മാരുണ്ടോ എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പണ്ടത്തെ നേതാക്കന്മാർ വളരെ സ്ട്രോങ് ആയി നിലപാടെടുക്കുകയും അവരെ കൂട്ടിപ്പിടിക്കുകയും ഇന്ത്യയിൽ കോൺഗ്രസ്സിന് BJP-യെക്കാളും വലിയൊരു അസ്തിത്വമുള്ള കാലത്തായിരുന്നു ഈ പറയുന്ന കോൺഗ്രസ് വലിയ രീതിയിൽ പ്രാദേശിക പാർട്ടികളെ കൂട്ടിപ്പിടിച്ച് നിർത്താൻ പറ്റി. പക്ഷേ ഇപ്പം അത് കഴിയാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം. ഞാൻ വിചാരിക്കുന്നത് ഈ പ്രാദേശിക പാർട്ടികളെ കൂട്ടിപ്പിടിക്കാൻ ഏറ്റവും വേണ്ടത് അവരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? ഇരട്ടത്താപ്പിൻ്റെ കൂത്തരങ്ങാണ് കോൺഗ്രസ് ഇവിടെ ഒന്ന് പറയും, അത് കഴിഞ്ഞ് ഡൽഹിയിൽ പോകുമ്പോൾ വേറെ എന്ന് പറയും, കർണാടകയിൽ ചെല്ലുമ്പോൾ വേറെ എന്ന് പറയും, മഹാരാഷ്ട്രയിൽ ചെല്ലുമ്പോൾ പറഞ്ഞു. ഓരോ ഇലക്ഷനും ഓരോ തീരുമാനങ്ങളാണ് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് കഴിയില്ല. കാരണം എന്താണ്? അവരെപ്പോഴും ഒരു പ്രാദേശിക പാർട്ടികളെ കൂട്ടി നിർത്തി മാത്രം അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. BJP അങ്ങനെയല്ല. BJP ഒറ്റക്കക്ഷിയായി മത്സരിച്ച് ജയിച്ചു വരുന്ന പാർട്ടിയാണ്. അവർക്ക് വല്ലപ്പോഴും ഇപ്പം തന്നെ 2024 ഇലക്ഷൻ തന്നെ 2 പാർട്ടിയുടെ ആവശ്യം മാത്രമേ BJP സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളൂ. കോൺഗ്രസ്സിന് അങ്ങനെ അധികാരത്തിൽ വരാൻ പറ്റുമോ?